കർണാടകയിലെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താൻ നടത്തിയ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചത് പ്രതികൂലമായ കാലാവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു. തിരച്ചിൽ നിർത്തരുത് എന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ കടുത്ത സമ്മർദ്ദം ചെലുത്തി. മഴ ശമിക്കുന്നതോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് മലയാളികൾ കരുതിയത്. എന്നാൽ അർജുനെ പൂർണ്ണമായും മറന്ന മട്ടാണ്. കോഴിക്കോട് സ്വദേശിയായ അർജുനും ലോറിയും അടക്കം അപകടത്തിൽപ്പെട്ട ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത 66 ഗതാഗതം പുനരാരംഭിച്ചു. അർജുനെ കുറിച്ച് മാത്രം യാതൊരു വിവരവുമില്ല. ജൂലൈ 16 പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. ഇതോടുകൂടി ഗതാഗതം നിർത്തിവെച്ചിരുന്നു. 17 ദിവസത്തിന് ശേഷമാണ് ഈ പാതയിലൂടെ ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. അപകടത്തിന് ശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗതം നിരോധിച്ചത്. മണ്ണിടിഞ്ഞ പ്രദേശത്തിന് 4 കിലോമീറ്റർ ദൂരത്ത് ദേശീയപാതയിൽ ഇരുവശത്തും ബാരിക്കേഡുകൾ വെച്ചാണ് ഗതാഗതം തടഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ നിബന്ധനയനുസരിച്ച് 20 കിലോമീറ്റർ വേഗതയിലാണ് ഗതാഗതത്തിന് അനുമതി ഉള്ളത്. ഇതിനായി സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിക്കും. കുന്നിൽ നിന്ന് വരുന്ന വെള്ളം നദിയിലേക്ക് ഒഴുക്കി വിടുന്നതിന് കാന പണിയാൻ നടപടി സ്വീകരിക്കും. റോഡരികിൽ പാർക്കിങ്ങിന് നിരോധനവുമുണ്ട്. പരിശോധനയ്ക്കായി പോലീസിനെയും നിയോഗിക്കും. ഇത്തരത്തിൽ പല തീരുമാനങ്ങൾ വരുമ്പോഴും ഗംഗാവലി നദിയിൽ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നലെയും നടന്നില്ല എന്നതാണ് സങ്കടകരം. തൃശൂർ കേരള കാർഷിക സർവകലാശാലയിലെ ജലയാനവുമായി ബന്ധിപ്പിക്കുന്ന മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്ന കാര്യത്തിലെ തീരുമാനം സ്ഥിതിഗതികൾ പഠിച്ച ശേഷം മാത്രമേ നടപ്പിലാക്കൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥലം സന്ദർശിച്ച കാർഷിക സർവകലാശാല സംഘം തൃശൂർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ ഔദ്യോഗിക അപേക്ഷ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. ഈ മാസം 5 അമാവാസി നാളിൽ വേലിയിറക്കം ഉണ്ടാകുമെന്നും ആ സമയത്ത് നദിയിൽ വെള്ളം കുറയുന്നതുകൊണ്ട് അന്നത്തേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കണമെന്നുമുള്ള ചർച്ചയും കഴിഞ്ഞ ദിവസം ഷിരൂരിൽ ഉത്തര കന്നഡ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുണ്ടായിരുന്നു. അർജുന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഷിരൂരിൽ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും അവിടേക്ക് ബന്ധുക്കൾ തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്നും ഷിരൂർ ദുരന്തത്തിൽ കാണാതെയായ ഡ്രൈവർ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഭവനരഹിതരായവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അർജുന്റെ ഭാര്യയ്ക്ക് ജോലിയും നൽകും. സഹകരണ നിയമ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് സർക്കാർ അനുവാദം തരുന്ന പക്ഷം നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണ് എന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്.